ഹായ്. ഞാൻ ഈ അടുത്തൊരു സിനിമ കാണാൻ പോയി. കുറേ കാലങ്ങൾക്ക് ശേഷം ഒട്ടേറെ ടെൻഷനും തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സിനിമ കാണാം. ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ്. കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ ചെന്നിരുന്നു. എൻ്റെ ഒരു സ്വഭാവം ഒറ്റയ്ക്ക് പോയി സിനിമ കാണാം. ഒരു മൂലക്കിരുന്ന് ഓരോ സിനിമയുടെ ഓരോ ആംഗിൾ, ഓരോ നിമിഷവും, ഓരോ ഫ്രെയിമും ആസ്വദിച്ച് കാണുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഞാനങ്ങനെ പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതായത് സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫാമിലി കയറി വന്നു. അവരെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം അവർ എൻ്റെ സീറ്റിന് മുമ്പിലുള്ള 5 സീറ്റുകളിലായിട്ടാണ് ഇരുന്നത്. ഒരു ഭാര്യയും ഭർത്താവും, അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു 30-നടുത്ത് മാത്രം പ്രായമുള്ള ഭാര്യയും ഭർത്താവും, ദെൻ അതുപോലെ തന്നെ ഒരു മകൻ, ഏകദേശം ഒരു 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചു പയ്യൻ, ദെൻ അതിൻ്റെ കൂടെ പ്രായം ചെന്ന, അച്ഛന് നടക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ, പ്രായം ചെന്ന അച്ഛനും അമ്മയും. അപ്പൊ ഇതിന്റെ വർത്തമാനത്തിൽ നിന്നും ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ ഭർത്താവിന്റെ അച്ഛനും അമ്മയാണ്. ദെൻ അവർ ഈ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ അച്ഛനും അമ്മയും നടക്കിരുത്തിയിട്ട് ഭാര്യ ഒരറ്റത്ത്, ഭർത്താവ് വേറൊരറ്റത്ത്, 5ാമത്തെ സീറ്റ് മോന് വേണ്ടി റിസർവ് ചെയ്തത് ഉണ്ടാവണം, എനിക്കറിയില്ല. ദെൻ അല്ലെങ്കിൽ വേറെ സീറ്റ് ആയിരിക്കാം. ഈ കുട്ടി അമ്മയുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഇടക്ക് കുട്ടി ഓടി അച്ഛൻ്റെ, അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അടുത്ത് പോകുന്നുണ്ട്. സിനിമ അങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സിനിമ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഫാമിലിയാണ്, മുമ്പിലിരിക്കുന്ന ഈ ഫാമിലിയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? സിനിമ അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയും ഭർത്താവും സിനിമ കാണുക എന്നതിനേക്കാൾ അച്ഛനെയും അമ്മയെയും സിനിമ കാണിപ്പിക്കുക എന്നതിൽ അവരെ ആസ്വദിപ്പിക്കുക, അവർ കംഫർട്ടബിൾ ആണോ നോക്കുക, അവർ ഓക്കെ ആണോ നോക്കുക എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ. സിനിമയുടെ സന്ദർഭങ്ങളിൽ ചില കഥാസന്ദർഭങ്ങൾ പറയുന്നു, അവർ തമാശ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. ബ്രേക്കിന്റെ ടൈം ആപ്പോൾ ഇയാൾ പോയി ഭക്ഷണപാനീയങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് അവരൊന്നിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ദെൻ അച്ഛനെ തീറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഇത് നല്ലതാണെന്നൊക്കെ പണ്ട്, ഇത് കഴിച്ചോ, ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് തന്നെ നമ്മൾ തീറ്റിക്കുന്നത് ഭയങ്കര സ്നേഹത്തോടെ. ഇതൊരു കൂട്ടിച്ചേർക്കലുകളോ ഒരു കാപ്പട്ടിയോ അല്ലെങ്കിൽ ഒരു നാട്ടുകാരെ കാണിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒട്ടും ആ കൂട്ടിച്ചേർക്കലുകളും അലങ്കാരങ്ങളും ഇല്ലാതെ വളരെ നാച്ചുറൽ ആയ ഒരു ഫ്ലോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. സത്യത്തിൽ ഇത് കണ്ട് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ ഇതിലായിരുന്നു കൂടുതൽ. ദെൻ വാർദ്ധക്യം കടന്ന് പ്രായമായി അവശരായ അച്ഛനും അമ്മയും മൂലക്കിരുത്താതെ കൊണ്ടുവന്ന് തങ്ങളുടെ സുഖങ്ങളും തങ്ങളുടെ സന്തോഷങ്ങളും തങ്ങളുടെ ആസ്വാദനങ്ങളും തുല്യ അളവിൽ അവർക്കും കൊടുക്കുക എന്നൊരു വലിയൊരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതാണ് ശ്രദ്ധിച്ചത്. എന്നാൽ അവരവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക. അവശതകളിൽ നിൽക്കുന്ന അച്ഛനും അമ്മയും വീട്ടിലിരുത്തി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അവരവിടെ കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയ മാത്രം മതി. ആരും അവരെ ചോദ്യം ചെയ്യില്ല, അല്ലേ? പക്ഷെ അതേ സമയത്ത് ലോകത്തുള്ള എല്ലാ കാഴ്ചകളും സൗന്ദര്യങ്ങളും ആസ്വാദനങ്ങളും ജീവിത സുഖങ്ങളും തങ്ങൾ അനുഭവിക്കുന്നത് പോലെ തങ്ങളുടെ അച്ഛനും അമ്മയും അനുഭവിക്കണം എന്നുള്ളൊരു വാശിയുള്ളതുപോലെ ആ വ്യഗ്രത, ആഗ്രഹം, ഒടുങ്ങാത്ത ആഗ്രഹം പോലെയാണ് ഇവരുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് നിൽക്കുമ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചു. അച്ഛനെ കൈപിടിച്ച് കൊണ്ടുപോയി കാറിൽ കയറ്റുന്നു. ദെൻ അവർ വളരെ മനോഹരമായിട്ട്, നല്ലൊരു കുടുംബം, എനിക്ക് ഭയങ്കര രസം തോന്നിയ ഒരു കുടുംബം, അല്ലേ? നമ്മളുടെ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിത പ്രാരാബ്ദങ്ങളിൽ, പ്രയാസങ്ങളിൽ മെനക്കെട്ട് സമ്പാദിച്ച് നമുക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തന്ന് നമ്മൾ കഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളെ സുഖ സൗകര്യങ്ങളിലാക്കി നല്ല കരിയറിലൊക്കെ ആക്കി കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ അവരുടെ അവശതകളിൽ അവർ ഒറ്റപ്പെടുകയും അവർ ഒരു മൂലക്കാവുകയും ആരാലും പരിഗണിക്കപ്പെടാതെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നൊരു അവസ്ഥ ഭയങ്കര ഭീകരമാണ്, ഭീതിതമാണ്. അതില്ലാതിരിക്കുക എന്നുള്ളതാണ് നല്ല മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവരുടെ അച്ഛനും അമ്മയും സ്നേഹം കൊണ്ടാണ്. ദെൻ അതൊരു കടമയായിട്ടല്ല, അതൊരു ബാധ്യതയായിട്ടല്ല, മറിച്ച് ആ സ്നേഹത്തിന്റെ വലയത്തിൽ അവരൊരു സ്വാഭാവികമായ വളർച്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. നോക്ക്, ഞാൻ അതിനേക്കാൾ ശ്രദ്ധിച്ചെന്നറിയോ, ഈ 2 പേരുടെയും ഈ 5-5.5 വയസ്സ് പ്രായമുള്ള മകൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അവനും അനുഭവിക്കുന്നുണ്ടാവുമല്ലോ ഇവരുടെ ഇടയിലുള്ള സ്നേഹം, അച്ഛനും അമ്മയുടെ ഇടയിലുള്ള സ്നേഹം. അച്ഛൻ അപ്പൂപ്പനോടും അമ്മമ്മയോടും കാണിക്കുന്നത് അമ്മ സ്വന്തം അമ്മായിയമ്മനോടും അമ്മായി അച്ഛനോടും കാണിക്കുന്ന സ്നേഹമൊക്കെ ഇവരിങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ ഈ പയ്യൻ. അപ്പൊ സ്വാഭാവികമായിട്ട് വളർന്നു വരുന്ന ഇവൻ സ്വാഭാവികമായിട്ട് ഇത് പകർന്നു കിട്ടി, ഈ സ്വഭാവം പകർന്നു കിട്ടി, ഇതായിരിക്കും അവന്റെ പ്രായമാകുമ്പോൾ അവന്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിത പാഠങ്ങൾ, നന്മകൾ ഇങ്ങനെ പകർന്നു കിട്ടേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതല്ല. നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിത രീതികളിൽ നിന്ന് ഇത് ഉണ്ടായി വരണം. വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടാതിരിക്കാൻ ഇത് നല്ലതാ. പ്രായമാകുമ്പോൾ നമ്മുടെ മലയാളികളുടെ സ്വഭാവം അറിയാലോ, നമ്മൾ ഒരു കാലം ഒരു 25-30 വയസ്സ് വരെ കരിയർ ഉണ്ടാക്കാൻ നടക്കും. കരിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് പിന്നെ മക്കളെ പോയിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ പ്രായമായി, നമ്മളൊരു മൂലക്കാവും, നമ്മളുടെ പ്രാരാബ്ദങ്ങളും കൊണ്ട് ജീവിക്കും. അതിന് പകരം
നമ്മൾ സ്നേഹിച്ച, നമ്മൾ ചേർത്ത് വെച്ച മക്കൾ നമ്മളെ അതേപോലെ തുല്യ അളവിൽ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബ ബന്ധം, കുടുംബാന്തരീക്ഷം അത് ഭയങ്കരമാണ്. ഇത് പകർന്നു കൊടുക്കുന്നത് വലിയ മൂല്യങ്ങളാണ്, ഭയങ്കര ബോധങ്ങളാണ്. അത്തരം തലമുറ ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബാന്തരീക്ഷം വളരെ മനോഹരമാവുകയും ചെയ്യും. നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യത, അച്ഛനും പ്രായമായവരെ ഒരു മൂലക്കിരുത്താതെ അവരെ മെയിൻ ധാരയിൽ കൊണ്ടുവന്ന്, മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരെ നമ്മുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരെ അനുഭവിപ്പിക്കുക, അവർക്ക് സ്നേഹ സൗകര്യങ്ങൾ, സമാധാനം, അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അത്തരം കുടുംബ ബന്ധം രസകരമായി പൊട്ടലും ചീറ്റലുമില്ലാതെ ശാന്തസുന്ദരമായി ഒഴുകുന്ന ഒരു കുടുംബാന്തരീക്ഷമായി മാറും. അതുകൊണ്ട് നമ്മുടെ പാരൻസിനെ ഉൾക്കൊള്ളുക, അവരെ കൂട്ടിച്ചേർക്കുക, അവരെ നമ്മുടെ കൂടെ നിർത്തുക. അവർക്ക് നമ്മൾ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും സന്തോഷങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയും തുല്യ അളവിൽ പകർന്നു കൊടുക്കാൻ നമുക്കാവട്ടെ. എല്ലാ അസൗകര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന എല്ലാ നല്ല പാഠങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനാവട്ടെ. നിങ്ങൾ ഉൾക്കൊണ്ട, നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ പാഠങ്ങളും നന്മകളും നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ പകർന്നു വെക്കാം. അതോടൊപ്പം നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ബൈ. Career Guru, molding your future.